ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത് ജബൽ ജെയ്സിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് കൊടുത്തേക്കണേ. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് സാലഡ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ നോർമലി കുക്കുംബറും ക്യാരറ്റും ഒക്കെയാണല്ലോ സാലഡിന് കഴിക്കുക. അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെ ഞാൻ ചിപ്സും കൂടി കഴിക്കണുണ്ട് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്, പോകണം. അപ്പോൾ ഓരോ മുടക്ക് വന്നിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പം നമ്മളിത് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല തണവാന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിൽ തെർമലും വലിയ കട്ടിയുള്ള ജാക്കറ്റൊക്കെയാണ് ഇട്ട് പോകണത്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാ. അപ്പം നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണത്. അപ്പം നമുക്ക് പോണ വഴിക്ക് ചിപ്സൊക്കെ കഴിക്കേണ്ട. ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പം നമ്മൾ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ കയറിയത്. അത് 2 കാറിലായിട്ടാണ് കേട്ടോ പോണത്. ഒരു കാറിൽ കൊള്ളില്ല, അതുകൊണ്ട് 2 കാറിലായിട്ടാണ് പോണത്. മൊത്തം നമ്മളൊരു 4 കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ യാത്ര തുടങ്ങാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു 8 മണിക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മളൊരു 10:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു രാത്രി 12:30 ആയപ്പോഴാണ് നമ്മളവിടെ എത്തിക്കണേ കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ടെൻറ്റൊക്കെ കെട്ടി സ്റ്റേ ചെയ്യണ്, നമ്മുടെ ചിക്കൻ ചുടണ്, അങ്ങനെ കുറേ പരിപാടിയായിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായത്. നമ്മളൊരു സ്പോട്ട് കണ്ടെത്തി നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളും പരിപാടി തുടങ്ങാണ്. പിന്നെ നമ്മൾ ടെൻറ്റ് കെട്ടുന്ന പരിപാടിക്ക് തുടങ്ങി. ടെൻറ്റ് കെട്ടി പതിവില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പെട്ടെന്ന് കെട്ടാൻ കിട്ടിയില്ല. പിന്നെ അങ്ങനെയൊക്കെ ആക്കി ലാസ്റ്റ് നമുക്ക് അപ്പുറത്തെ ഒരാളുടെ സഹായത്തോട് കൂടി നമ്മൾ ടെൻറ്റൊക്കെ കെട്ടി സെറ്റാക്കി. നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. സ്പോട്ട് കിട്ടി, ടെൻറ്റൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് ചിക്കൻ ചുടാനാണ് പരിപാടി. നമ്മൾ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 ഫിഷും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിഷിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഗ്രില്ല് ചെയ്യാനുള്ള നമ്മൾ ചാർക്കോൾ കുറേ കത്തിച്ച് നോക്കി, പെട്രോളും വെച്ച് അതൊക്കെ കത്തിച്ച്, പക്ഷേ ശരിക്കും കത്തുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അപ്പുറത്തെ ആൾക്കാരുടെ നിന്ന് കുറച്ച് ചാർക്കോളൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ ചുടുന്നത്. നമ്മൾ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ചായയൊക്കെ ഒരു ഫ്ലാസ്കിൽ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ തണവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗംഭീര തണവാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടാണ് നിൽക്കണ്ടായിരുന്നു, എന്നിട്ട് പോലും നല്ല തണവായിരുന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ സെറ്റ്. നമ്മൾ സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പാട്ടൊക്കെ വെച്ച് കുറേ ഡാൻസൊക്കെ കളിച്ച് 2:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ്റെ ചുടലും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുബൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ്, സ്പ്രൈറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഗ്രീൻ ചില്ലിയും ഒരെണ്ണം നോർമലായിട്ട് മാരിനേറ്റ് ചെയ്തതായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവിടെ ഇങ്ങനെ കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ രാവിലെ പകലൊക്കെ കാണാൻ വേണ്ടി വരില്ല, അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ സ്പോട്ടൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ അവിടെ പോയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ യൂനോ കാർഡ് കളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എവിടേക്ക് പോകുമ്പോഴും യൂനോ കാർഡ് കൊണ്ടാണ് പോവുക. അപ്പം നമ്മളെല്ലാവരും അവിടെ വട്ടം ചുറ്റിയിരുന്ന് യൂനോ കാർഡൊക്കെ നല്ല തണവാണ് ഗൈസ്, സഹിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളൊരു സൺറൈസൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വരാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല തണവ്. ടെൻറ്റിൽ കിടക്കാനാണെങ്കിലും ഭയങ്കര തണവ്. നമ്മൾ കുറേ നേരം കാറിൻ്റെ ഉള്ളിൽ ഹീറ്ററൊക്കെ ഇട്ട് അവിടെ ഇരുന്ന്, പക്ഷെ നമുക്ക് പറ്റില്ല. എത്ര നേരം നമ്മൾ കാറിൻ്റെ ഉള്ളിലിരിക്കും. ലാസ്റ്റ് നമ്മളൊരു 5 മണി 5:30 ആയപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യാണ്ടായി, ഭയങ്കര ക്ഷീണവും കൈയൊക്കെ വിറച്ചു തുടങ്ങി തണവായ കാരണം. അപ്പോൾ ഫുള്ള് കാറിലെത്തിയിട്ട് ഫുള്ള് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊരു പകൽ 9 മണിക്ക് ആയപ്പോഴാണ് പോകുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി സൈഡിലൊക്കെ നിർത്തി കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു 8 മണി 9 മണിക്ക് ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടാണ്. അപ്പം നമ്മുടെ ജബൽ ജെയ്സി യാത്ര ഇങ്ങനെ പോയെന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ചിക്കനൊക്കെ ചുട്ട് നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.